പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില സാമ്പത്തിക കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിൽ 1 ആകുമ്പോൾ, അതായത് പുതിയ സാമ്പത്തിക വർഷം പിറക്കുമ്പോൾ, കേരളത്തിൽ നിലവിലുള്ള 12 പൊതുമേഖലാ ബാങ്കുകൾ 3 ബാങ്കുകളായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നിലവിലുള്ള ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും പഞ്ചാബ് നാഷണൽ ബാങ്കിലും കാനറ ബാങ്കിലുമായിട്ട് ലയിപ്പിച്ച് 3 ഭീമൻ ബാങ്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതുവഴി വമ്പൻ പ്രൊജക്റ്റുകൾക്ക് കൂടുതൽ ധനസഹായം നൽകുകയും ആഗോളതലത്തിൽ ക്യാപിറ്റലുള്ള അസറ്റുകളുള്ള ഒരു ബാങ്കുകളായിട്ട് നമുക്ക് അന്താരാഷ്ട്രീയ തലത്തിൽ നമുക്ക് കൂടുതൽ ബാങ്കുകളെ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൊതുമേഖലാ ബാങ്കുകൾ അല്ലാതെ ചെറിയ ഗ്രാമീണ ബാങ്കുകൾ, സംസ്ഥാന തലത്തിലുള്ള ബാങ്കുകളും ചെറിയ മറ്റു ബാങ്കുകളും അങ്ങനെ തന്നെ നിലനിൽക്കുകയും അവ സഹകരണ മേഖലയിലും സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലും ആ ബാങ്കുകൾ നിലകൊള്ളുമ്പോൾ പ്രധാനമായി മാറ്റം സംഭവിക്കാൻ പോകുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് ഇവ ലയിച്ച് SBIയിൽ ചേർന്ന് ഒറ്റ ബാങ്കായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കുള്ളൊരു വാർത്ത. കാനറ ബാങ്കിനോട് ചേരുന്നത് ബാങ്ക് ഓഫ് ബറോഡയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമാണ്. അതേപോലെ കാനറ ബാങ്കുമായിട്ട് ചേരുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. ഇങ്ങനെ 3 ബാങ്കുകളാണ് നിലവിൽ രൂപം കൊള്ളാൻ പോകുന്നത്. എങ്കിലും ബാങ്ക് ഓഫ് ബറോഡയെ പ്രത്യേകമായിട്ട് നിലനിർത്തണം എന്ന ഒരു അഭിപ്രായവും ഗവൺമെൻറ്റിനകത്തുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല മന്ത്രാലയങ്ങൾ ഉൾപ്പെട്ട ഒരു കാര്യവും പ്രധാനമന്ത്രി നേരിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു കാര്യവും എന്ന നിലയ്ക്ക് ഈ ബാങ്കുകളുടെ ലയനത്തിന് മുൻകൈ എടുക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജി നേരിട്ടാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതത് ബാങ്കുകൾക്കും മന്ത്രാലയങ്ങൾക്കും പോയിട്ടുണ്ട്. എന്തായാലും ഈ അടുത്ത ബജറ്റിന് മുമ്പായിട്ട് തന്നെ, അല്ലെങ്കിൽ ബജറ്റിലോ ഈ നിർദ്ദേശങ്ങളെല്ലാം ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിന് മുമ്പ് പ്രസൻറ്റ് ചെയ്യുകയോ അല്ലാതെ ഒരു വിജ്ഞാപനം വഴി ഗവൺമെൻറ് ഇത് പുറപ്പെടുവിക്കുകയോ ചെയ്യാനാണ് സാധ്യത. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ബാങ്കുകളോടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് വിളിച്ചോതാൻ നമുക്ക് ഈ ഒരു നടപടി സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.